ഹായ്, എല്ലാവർക്കും നമസ്കാരം. വത്സപ്പിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മുളപ്പിച്ച ചെറുപയർ സ്റ്റൂ ഉണ്ടാക്കി നോക്കിയാലോ? വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാം, മുതിർന്നവർക്കും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയതാണ്. അപ്പോൾ ഞാനിത് ഒരു ദിവസം ഫുൾ ഡേ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വാരി വെച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നന്നായിട്ട് കിളുത്തു. ഇതിപ്പോൾ ഞാൻ 2 ദിവസം വെച്ചാണ്, അതാണ് കുറച്ച് കിളിർപ്പ് കൂടുതലാണ് ഇതിന്. അപ്പോൾ 1 കപ്പ് പയറായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി മതിയാകും. പിന്നെ കുറച്ച് പച്ചമുളക് കീറിയിടുക. 1 തക്കാളി, 1 2 തക്കാളി, പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 തക്കാളിയൊക്കെ എടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചതച്ച ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കുക്കറിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ മല്ലിയില. അപ്പോൾ മല്ലിയില നമുക്കിതിൻ്റെ ഒപ്പം ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കുക. വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, ഒന്ന് ജസ്റ്റ് 2-3 വിസിലിന് അത് വെന്തോളും. അപ്പം അതനുസരിച്ചിട്ടുള്ളൊരു വെള്ളം മതി. അപ്പം ഞാനിവിടെ പയറ് നെകക്കെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെന്ത പയറാണ്. വെന്ത പയർ നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ വേറെ മസാലക്കൂട്ടൊന്നും ചേർത്തിട്ടില്ല, മുളകൊക്കെയാണ് ചേർത്തിരിക്കുന്നത്, മല്ലിയിലയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണ് നമ്മുടെ തേങ്ങാ പൗഡർ ഒന്ന് ചാലിച്ച്, ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ചാണ് ഇത് ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം തിളച്ച് പോയാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും, അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഇതൊക്കെ റെഡിയാകും. അപ്പം ഞാനിത് ചൂടോടെ എടുത്തുകൊണ്ടാണ് ഇച്ചിരി ഒരു വെള്ളമയം പോലെ തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകും. അപ്പോൾ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടാനായിട്ട് പറ്റിയ നല്ലൊരു സ്റ്റൂ ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക.